ഇമാം അൽ ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം നടന്നു തീർത്ത വഴികൾ, സ്വന്തം അദ്ദേഹം ഒരു ദരിദ്രനോ സമൂഹത്തിലെ ഏതെങ്കിലും അപരവൽക്കരിക്കപ്പെട്ട ഒരു മനുഷ്യനോ ആയിരുന്നില്ല. നല്ല സമ്പത്തുള്ള കുടുംബത്തിൽ പിറന്നൊരു മനുഷ്യൻ. തൻ്റെ പിതാവിൽ നിന്ന് ലഭിച്ച അനന്തര സ്വത്ത് മുഴുവൻ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ചെലവഴിച്ച് അദ്ദേഹം നടത്തിയ യാത്രയുടെ മാപ്പ് പിൽക്കാല ആധുനിക പണ്ഡിതന്മാർ അദ്ദേഹത്തിന്റെ തർജുമ, അദ്ദേഹത്തിന്റെ ജീവചരിത്രം വിവരിക്കുന്ന ഗ്രന്ഥങ്ങളിൽ ആ മാപ്പ് പിന്നീട് പുനഃസൃഷ്ടിച്ചു. അദ്ദേഹത്തിന്റെ യാത്രകളെ കുറിച്ച് അതിനെ കൃത്യമായി പല കിലോമീറ്ററുകളാൽ രേഖപ്പെടുത്തിയ ആധുനിക പണ്ഡിതന്മാരുണ്ട്. സ്വന്തം ജീവിതം കൊണ്ട് ആ നടന്നുകൊണ്ട് കഴുതപ്പുറത്ത് എങ്ങനെയാണോ തനിക്ക് സാധ്യമെന്ന് കപ്പലിൽ അങ്ങനെയൊക്കെ ഇമാം ബുഖാരി യാത്ര ചെയ്ത് തീർത്തത് 16,000 കിലോമീറ്റർ ആണെന്നും 14,000 കിലോമീറ്റർ ആണെന്നും ഒക്കെ പണ്ഡിതന്മാർ പിന്നീട് രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. ഇന്ന സ്ഥലത്ത് നിന്ന് ഇന്ന സ്ഥലത്തേക്ക് ഇത്ര കിലോമീറ്റർ എന്ന തോതിൽ അന്നത്തെ കാലത്ത് ഇമാം ബുഖാരി യാത്ര ചെയ്തു എന്നുള്ളതാണ്. എന്തിനായിരുന്നു ഇമാം ബുഖാരിക്ക് അതിന്റെ ആവശ്യമെന്ന് ചോദിച്ചാൽ, എന്താണ് അതിന് പിന്നിൽ പ്രേരകമെന്ന് ചോദിച്ചാൽ, ഇമാം ബുഖാരിക്ക് സ്വന്തം അനന്തരമായി ലഭിച്ച സ്വത്ത് എന്തിന് ഈ വഴിയിൽ ചെലവഴിക്കണമെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം നമുക്ക് എല്ലാവർക്കും അറിയാം. എന്തിനു വേണ്ടിയായിരുന്നു ഇത്ര ത്യാഗം സഹിക്കേണ്ടി വന്നത്? അന്നത്തെ കാലത്ത് ഈ കണ്ട രാജ്യങ്ങൾ ഇന്നും മനുഷ്യനുണ്ടാക്കിയ അതിർത്തികളിൽ മാത്രം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ എത്ര രാജ്യങ്ങൾ അദ്ദേഹം കടന്നുപോയിരിക്കണം. ഇന്നത്തെ ബുഖാറ ഇന്ന് ഈ ഒരു 7-8 വർഷങ്ങൾക്ക് മുമ്പ് സന്ദർശകർക്ക് വേണ്ടി തുറന്നു കൊടുത്ത ഉസ്ബെക്കിസ്ഥാനിലാണ് ഇന്നത്തെ ബുഖാറയുള്ളത്. ഇന്ന് മനുഷ്യർക്ക് അത് പോയി കാണാം. പുരാതനമായ സിൽക്ക് റൂട്ട് എന്നറിയപ്പെടുന്ന ചൈനയിൽ നിന്ന് യൂറോപ്പ് വരെ എത്തുന്ന വാണിജ്യ പാതയിലെ വളരെ പ്രധാനപ്പെട്ട നല്ല പരവതാനികൾ നിർമ്മിക്കുന്ന, നല്ല വാസ്തുശില്പ കലകൾ ഉൾക്കൊള്ളുന്ന കെട്ടിടങ്ങൾ ഉണ്ടായിരുന്ന വളരെ പ്രധാനപ്പെട്ട പട്ടണമായിരുന്നു ബുഖാറ. അവിടെ നിന്ന് യാത്ര ചെയ്ത് തൻ്റെ ജീവിത വൃത്തിക്ക് വേണ്ടി തനിക്ക് ശമ്പളം ലഭിക്കാത്തത് കൊണ്ട്, അല്ലെങ്കിൽ തൻ്റെ ജീവനോപാധി കണ്ടെത്താത്തത് കൊണ്ട്, തൻ്റെ ഉള്ള സ്വത്ത് നാട്ടിൽ നിന്നാൽ തനിക്ക് നല്ല ജോലി കിട്ടില്ല എന്നതുകൊണ്ട് ഇമാം ബുഖാരി യാത്ര പുറപ്പെട്ടതായിരുന്നില്ല. 16,000-ലധികം കിലോമീറ്റർ ചെലവഴിച്ച് 16-17 കൊല്ലങ്ങൾ തൻ്റെ ജീവിതത്തിൽ നിന്ന് അടർത്തി മാറ്റി അദ്ദേഹം ഈ വിജ്ഞാന സബരിക്ക് ഇറങ്ങിയത് അള്ളാഹുവിന്റെ ദീൻ അത് കൃത്യമായി പഠിക്കുകയും വരും തലമുറയ്ക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യുക എന്ന ഒരൊറ്റ ലക്ഷ്യം മാത്രം മുൻനിർത്തിയാണ്.